ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. അപ്പം എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും ഒരു വ്ളോഗിങ് ചെയ്യാനൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെറിയ ചെറിയ റീൽസ് കാര്യങ്ങളൊക്കെ ഇടും. റീൽസൊക്കെ ചെയ്യാൻ നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയൊന്നല്ല, ജസ്റ്റ് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്, അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കാറുമുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബർ ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ, ക്ലാരിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം മൈക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. വീഡിയോ എടുത്തൊന്നും പരിചയമില്ല, പിന്നെ ഈ ഫോൺ തന്നെ നോക്കി സംസാരിച്ചിട്ടും വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല സൗണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ആദ്യത്തെ വ്ളോഗ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോ നിലയിൽ ഞാൻ എങ്ങനെ കണ്ണെഴുതുന്നു എന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കണ്ണെഴുത്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഞാൻ കണ്ണെഴുതാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലേഴ്സിൻ്റെ ഐലൈനറാണ്. ഞാൻ കണ്ണെഴുതാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിമാലയൻ്റെ കാജലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാസ്ലേഴ്സിൻ്റെ ഐലൈനറിനെ കൊണ്ട് ഔട്ടർ ലൈന് ഞാൻ എഴുതും. അതുപോലെ കാജലിനെ കൊണ്ട് ഞാൻ ഇന്നർ കണ്ണിൻ്റെ ഉള്ളിലും ഞാൻ എഴുതി കൊടുക്കാറാണ് ചെയ്യാറ്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഈ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു ഐലൈനറാണ് ഫേസ് ഓഫ് കാനഡേൻ്റെ മാഗ്നറ്റ് ഐലൈനർ എന്ന് പറയുന്ന ഐലൈനർ. ഇതൊരു പെർമനൻറ്റ് ഐലൈനറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ നമ്മൾ എഴുതി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും പെർമനൻ്റായി നിൽക്കുമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡോട്ടൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ രാവിലെ എഴുതി വൈകുന്നേരം ആകുമ്പോഴേക്ക് ജസ്റ്റ് കുറച്ചൊക്കെ മഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ അതിനൊരു റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5-ൽ 3.5 ഒന്ന് എത്രയുള്ളൂ ഫേസ് ഓഫ് കാനഡേൻ്റെ ഈ ഐലൈനറിന് റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എങ്ങനെ എൻ്റെ കണ്ണെഴുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് കണ്ണിൻ്റെ ഔട്ട് സൈഡിൽ നന്നായിട്ട് പൗഡർ ഇട്ട് അതൊന്ന് ഡ്രൈ ആയി വയ്ക്കും. ആദ്യം തന്നെ ഡാസ്ലേഴ്സിൻ്റെ ഐലൈനർ വെച്ചിട്ട് ഞാൻ താഴെ എഴുതും, മേലെ എഴുതാറുണ്ട്.
അപ്പം ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതാറ്. എല്ലാവർക്കും ഞാൻ കണ്ണെഴുതിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.